ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്നൊരു മുട്ടമാലേൻ്റെ റെസിപ്പിയായിട്ട് തന്നെയാണ് ഞാൻ വന്നത്. അപ്പോൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 15 മുട്ടക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ഒരു ഐറ്റം അധിക പേരും കണ്ടിട്ടും കേട്ടിട്ടൊക്കെ ഉണ്ടാവും, കഴിച്ചിട്ടും ഉണ്ടാവും. നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണിത്. കല്യാണത്തിനും സൽക്കാരത്തിനൊക്കെ ഇതൊരു ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ്. ഇപ്പോഴത്തെ പുഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇതില്ലാത്തൊരു പരിപാടി നമുക്കില്ല, അങ്ങനെ വേണം പറയാൻ. ഇപ്പം ഞാനിത് പഠിച്ചത് എൻ്റെ ഇത്താത്തമാരുടെ കയ്യിൽ നിന്നാണ്. ഇത്താത്തമാരെ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ സൽക്കാരത്തിനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇത് അറിയുന്ന ആളെ എന്താ പറയുക തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ട് അവർ ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ബേക്കറിയിലൊക്കെ കിട്ടും. എന്നാലും പഴയ ആ ഒരു നൊസ്റ്റാൾജിക്ക് ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ തേടി പിടിച്ച് കൊണ്ടാന്ന് ഉണ്ടാക്കിപ്പിക്കുക. ആ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മളൊന്നും അടുത്ത് നിൽപ്പിക്കാണ്ടിരിക്കുക, എന്താ പറയുക, നോക്കി നിന്ന് കഴിഞ്ഞാൽ ഇത് നന്നായി വരില്ല എന്നൊക്കെ ഒരു വിശ്വാസമായിരുന്നു അവർക്ക്. നമുക്കിത് വേറെന്തോ ഒരു സംഭവമാണെന്നുള്ള രീതിയിൽ നമ്മളിതിങ്ങനെ അമ്പരപ്പോടെ നോക്കി നിന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവളിത് ശരിയാവും, ചിലവളിത് ശരിയാവില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. ഒരു നേക്ക് വേണം ഇതിന്. അപ്പോൾ ഇൻ്റെത് എന്തായാലും ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് ഈ ഒരു രീതിയിൽ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കും. അപ്പോൾ നിങ്ങളത് എന്തായാലും ശരിയാവും. അപ്പോൾ 15 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 15 മുട്ട ഒരു ബൗളിൽ ഞാൻ ഒന്നായിട്ട് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതാകുമ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇതാക്കണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ അതിൻ്റെ മഞ്ഞക്കുരു എടുത്തിട്ട് അതിൻ്റെ മേലയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. അതൊക്കെ ഒന്ന് നമ്മൾ കൈ കൊണ്ട് മാറ്റിയിട്ട് ഒരു പാത്രത്തിൻ്റെ മേലെ അരിപ്പ വെച്ചിട്ട് ആ അരിപ്പയിലേക്ക് ഈ മുട്ടയുടെ മഞ്ഞ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു പാത്രത്തിൽ ഒന്നായിട്ടിട്ട് ഒഴിക്കുമ്പോൾ നമ്മൾ ഓരോ മുട്ട നമ്മൾ കൈൻ്റെ അടിയിലാക്കി എടുക്കുന്നതിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവായി കിട്ടും. പിന്നെ ഇങ്ങനെ അരിപ്പ വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മഞ്ഞയിൽ നിന്ന് വെള്ളം സെപ്പറേറ്റ് ചെയ്തിട്ട് എങ്ങാനും വെള്ളം അതിൽ കുറച്ച് ബാക്കി ഉണ്ടെങ്കിൽ തന്നെ ഇത് നമ്മൾ അരിച്ച് കഴിയുമ്പോൾ ആ വെള്ളം ഈ അരിപ്പയിൽ ഇങ്ങനെ ഇതായിട്ട് കിട്ടും. അപ്പോൾ ക്ലീനായിട്ടുള്ള വെറും മുട്ടേൻ്റെ മഞ്ഞ മാത്രമായിട്ടുള്ളത് കിട്ടും. വെള്ളം ഇതിൽ കുടുങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാല നന്നാവില്ല. ഉണ്ടാകുമ്പോൾ അത് വെള്ളം കൂടി ഉണ്ടായി വരുമ്പോൾ വെള്ളം കൂടി കുക്കായി വരുമ്പോൾ കറക്റ്റ് മുട്ടമാലൻ്റെ ഒരു ടെക്സ്ചറും ടേസ്റ്റും ഒക്കെ മാറിപ്പോവും. അതാണിങ്ങനെ അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുക്കുന്നത്. അപ്പം ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ മുട്ട പൊട്ടിച്ച് വയ്ക്കുമ്പോൾ എങ്ങാനും ഒരു മുട്ട ഒക്കെ പൊട്ടി മഞ്ഞയും വെള്ളയും മിക്സായി പോയിട്ടുണ്ടെങ്കിൽ ടെൻഷനൊന്നും അടിക്കുകയൊന്നും ചെയ്യേണ്ട. നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന മഞ്ഞ എടുത്തിട്ട് ബാക്കി അങ്ങ് വെള്ളയിലേക്ക് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ മതി. പിന്നെ ഇങ്ങനെ ഓരോന്ന് പൊട്ടിച്ച് വയ്ക്കുന്നതിന് നല്ല ഈസിയാണ് കേട്ടോ. ഇങ്ങനെ ബൗളിൽ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇടുന്നത്. നമ്മൾ ഫസ്റ്റ് മുട്ടയൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇങ്ങനെ ബൗളിൽ ഒന്നായിട്ട് അങ്ങ് പൊട്ടിച്ചിട്ടാൽ മതി. എന്നിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെക്കുമ്പോൾ തന്നെ ഈ വെള്ളം അങ്ങ് ഊർന്നു പോവും. പിന്നെ ആ മഞ്ഞേൻ്റെ മേലയിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന വെള്ളേൻ്റെ കുറച്ച് സംഭവങ്ങളുണ്ടാവുമല്ലോ, അത് പിന്നെ കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ അങ്ങ് എടുത്ത് മഞ്ഞ പൊട്ടി പോവാണ്ട് ശ്രദ്ധിച്ചിട്ട് എടുത്താൽ മതി. ഓക്കെ. അപ്പം ഞാനിതിപ്പോൾ അരിക്കുന്നുണ്ട്. ഒരു അരിപ്പ വെച്ചിട്ട് അതിലും അരിപ്പയിലാണ് ഇട്ടത്. കുറച്ച് നമ്മുടെ എന്താ പറയുക അരിപ്പ കണ്ണകലുള്ള അരിപ്പ എടുത്തോളൂ. ഒരുപാട് നല്ല അടുത്ത ഇതായിട്ട് ഇട്ടുമ്പോൾ നമുക്ക് മഞ്ഞ ഇതിലേക്ക് വീണ് കിട്ടാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ച് കണ്ണകലുള്ള അരിപ്പ എടുത്തോളൂ കേട്ടോ. ഓക്കെ. പിന്നെ ഇത് ഞാൻ നമ്മുടെ നാടൻ മുട്ട വെച്ചിട്ടും താറാവ് മുട്ടയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കും. നമ്മൾ സാധാ ബ്രോയിലർ കോഴിൻ്റെ മുട്ടേൻ്റെ കൂടെ നാടൻ മുട്ടയും പിന്നെ താറാവ് മുട്ടയും മിക്സ് ചെയ്യും. കാരണം അതിന് കുറച്ചുകൂടി ഈ മഞ്ഞയ്ക്ക് കളറ് കിട്ടും. അപ്പോൾ ഉണ്ടാക്കി കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ചിലവർ ഈ താറാവ് മുട്ടയും കോഴിമുട്ടയൊക്കെ ഇതിൻ്റെ കൂടെ കൂട്ടാറുണ്ട്. അല്ലാത്തവർ ചെറിയൊരു ഫുഡ് കളർ യെല്ലോ കളർ ചേർക്കാറുണ്ട്. ഇതിപ്പം ഇവിടുത്തെ മുട്ടക്കൊക്കെ മഞ്ഞക്ക് ഭയങ്കര കളറാണ്. നമ്മുടെ നാട്ടിലത്തെ നാടൻ കോഴി മുട്ടേൻ്റെ പോലത്തെ ഒരു മഞ്ഞയാണ് ഇവിടെ വരിക. അത്യാവശ്യം സൈസും ഉണ്ട്, കുറച്ചും കൂടി ഒരു കട്ടിയും ഉണ്ട്. പെട്ടെന്നൊന്നും പൊട്ടിയൊന്നും പോകുന്നില്ല.
അതാണ് ഈ ഒരു കളറിൽ കിട്ടിയത്. നമ്മുടെ നാട്ടിലത്തെ കോഴിമുട്ടയ്ക്ക് ചില മഞ്ഞക്കരുവിന് ഒരു യെല്ലോ അങ്ങനത്തെ ഒരു ഇതാണ്. ഇതൊരു ലൈക്ക് നമ്മളൊരു ഓറഞ്ച് അങ്ങനെ ആയിട്ടൊരു ഇതായിട്ടാണ് വരുന്നത്. അപ്പം മെയിനായിട്ടുള്ള കാര്യം ഇത് ഉണ്ടാക്കാനുള്ളൊരു ഇതാണ് വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അന്നൊക്കെ കല്യാണത്തിന് നാട്ടിൽ നമ്മൾ എന്ത് പരിപാടിക്കൊക്കെ ഇവർ വരുമ്പോൾ ഇവരെ കയ്യിലൊരു ഇത് ഉണ്ടാക്കാനുള്ളൊരു ടൂൾ തന്നെ ഉണ്ടാവും. ഒന്നെങ്കിൽ ചിരട്ടയ്ക്ക് ചെറിയൊരു ഓൾസ് വെച്ചതോ അല്ലെങ്കിൽ പിന്നെ ഈ മുട്ടേൻ്റെ തോടിൽ തന്നെ ചെറിയൊരു ഓൾസ് വെച്ചിട്ടോ അവരത് ചെയ്യും. അധികം കണ്ടത് ഈ ചിരട്ടയ്ക്ക് ഓൾസ് വെച്ചതാണ്. അത് അവർ നിധി പോലെ കാത്തു സൂക്ഷിക്കും കേട്ടോ. അതാണ് സംഭവം. അതാർക്കും അവർ കൈമാറൊന്നുമില്ല. അപ്പം ഞാനിപ്പം ഇവിടെ ഒരു ബോട്ടിലാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ബാക്കി പറയാം. ഞാനൊരു പാത്രത്തിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിന് 1 കപ്പ് പഞ്ചസാര. നമ്മൾ ഇപ്പം ഈ 15 മുട്ടയ്ക്ക് 1 ഗ്ലാസ്സിൽ പഞ്ചസാരയും 2 ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് എടുക്കേണ്ടത്. 2 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് പഞ്ചസാര അങ്ങനെയാണ് എടുക്കുന്നത്. നമ്മളിപ്പോൾ 15 മുട്ടയ്ക്ക് 1 ഗ്ലാസ് പഞ്ചസാര, 2 ഗ്ലാസ് വെള്ളം. 1 ഗ്ലാസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു 1 കപ്പോളം പഞ്ചസാര വരും, 2 കപ്പ് വെള്ളവും. ഓക്കെ, അങ്ങനെ. അപ്പം നമ്മളിത് ഒറ്റനൂൽ പരുവോ അങ്ങനെയൊന്നും ആവേണ്ട. ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ ബോട്ടിൽ ഉണ്ടാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്തിമാരൊക്കെ നമ്മുടെ ഈ ലിക്വിഡിൻ്റെ ബോട്ടിലൊക്കെ ചൂടുവെള്ളത്തിലൊക്കെ കഴുകിയിട്ട് അങ്ങനെയാണ് അവരുണ്ടാക്കുന്നത്. ഞാൻ അവകാശപ്പെടുന്നത് ഞാനാണ് ഫസ്റ്റ് ഉണ്ടാക്കിയെന്ന് അവരോട് പറയുന്നത്. മറ്റുള്ളവരുണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പം ഞാനിവിടെ സാധാ മിനറൽ വാട്ടറിൻ്റെ ഒരു കുപ്പിയാണ് എടുത്തത്. ചെറിയ 1/2 ലിറ്ററിൻ്റെ 500 ലിറ്ററിൻ്റെത്. ഇത് കുറച്ചും കൂടി നമ്മളൊരു സ്ക്വീസ് ചെയ്യാൻ എളുപ്പമായിട്ടുള്ളൊരു കുപ്പിയാണ്, അത്ര ഹാർഡൊന്നുമല്ല. അതിന് ഞാൻ ചെറിയ നമ്മുടെ ഫോർക്കിൻ്റെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് മൂടിക്ക് ചെറിയൊരു ഓൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഫോർക്കിൻ്റെ അറ്റം കൊണ്ട്. ഓൾസ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വലിയ ഓൾസ് ഇടരുത്. അപ്പം ഈ മാല ഭയങ്കര കട്ടിയായിട്ട് വരും. ഇത് നമ്മുടെ എന്താ പറയുക, വളരെ നേർത്ത ഒറ്റനൂലല്ല, ഒരു നേർമയായിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാലാണ് കഴിക്കാനും കാണാനും ഒക്കെ ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ അപ്പോൾ ഫോർക്കിൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഓൾസ് വെച്ചിട്ട് ഉരുക്കിയിട്ട് ഓൾസ് വെച്ചിട്ട് നല്ലോണം കഴുകി നീറ്റാക്കിയതാണിത്. ഇങ്ങനെ നമ്മൾ ബോട്ടിൽ ഒഴിക്കുമ്പോൾ നമുക്ക് വേസ്റ്റേജ് കുറയും. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുട്ടത്തോടിലുണ്ടാക്കുമ്പോൾ ഒരു പാത്രത്തിൽ ഇവരിത് മുട്ടയിലേക്ക് ഇങ്ങനെ, മുട്ടത്തോടിൽ കൊള്ളാവുന്ന മണ്ണ് നമുക്ക് അറിയുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കയ്യിലാവുന്ന അവിടെ ഒക്കെ ആവുന്ന ഈ ഒഴിക്കുമ്പോൾ ഈ മഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എടുത്തു കഴിഞ്ഞാലാണ് കുറച്ച് ക്വാണ്ടിറ്റി കിട്ടുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആകുമ്പോൾ അത് ഒരുപാട് വേസ്റ്റേജ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു ട്രിക്കാണ് ഈ ബോട്ടിൽ. അതിപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിൽ കണ്ടുപിടിച്ചതിനെ കൂടി ഞാൻ വേറൊരു വീഡിയോയിലൊന്നും കണ്ടിട്ടില്ല. ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ബോട്ടിലാണ് ഉണ്ടാക്കിയത്. അങ്ങനെ അപ്പം അതാകുമ്പോൾ നമുക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ നല്ല സേഫായിട്ട് വെക്കാം. മൂടിയിലല്ല, അവിടെ ഇവിടെ ഒന്നും ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഈ പഞ്ചസാര വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തിളേൻ്റെ പരുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല. ഇതിപ്പോൾ നമ്മൾ പഞ്ചസാര ലയിച്ച് വരുമ്പോൾ ഉള്ളൊരു ഇതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഇറ്റിച്ചു കൊടുക്കുന്നുണ്ട്, മുട്ടേൻ്റെ വെള്ളം. അതെന്തിനാണ് ഇറ്റിച്ചു കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പഞ്ചസാര തിളച്ച് വരുമ്പം പഞ്ചസാരയിൽ നിന്നുള്ളൊരു അഴുക്കും കാര്യങ്ങളൊക്കെ ഈ വെള്ളയിൽ പറ്റിപ്പിടിച്ചിട്ട് ഈ പഞ്ചസാര ലൈന് ക്ലിയറായിട്ട് കിട്ടും. ഓക്കെ, ഇതിൻ്റെ കൂടെ തന്നെ ഒരു ചെറുനാരങ്ങേൻ്റെ 2-3 ഡ്രോപ്സ് ഇറ്റിച്ചു കൊടുക്കാം. അന്നപ്പോൾ കുറച്ചും കൂടി ഈ മുട്ടമാല കുറച്ചും കൂടി സ്റ്റിഫായിട്ട് നമുക്ക് കിട്ടും. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇറ്റിച്ചു കൊടുത്തിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 2-3 ഡ്രോപ്സ് ഈ ചെറുനാരങ്ങ നീര് ഇറ്റിച്ചു കൊടുത്തോളൂ. നമുക്കൊരു നീക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അളവും കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ആ ഒരു സുമാറ് അളവ് വെച്ചിട്ട് അങ്ങ് ഉണ്ടാക്കും. പിന്നെ പഞ്ചസാരൻ്റെ അളവ്, വെള്ളത്തിൻ്റെ അളവ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഞാൻ 15 മുട്ടയ്ക്ക് ഈ ഒരു ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡബിളായിട്ട് വാട്ടർ ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്.
പിന്നെ ഇതിലേക്ക് നമ്മൾ വേറെ ഏലക്കാപ്പൊടിയോ അങ്ങനത്തെ ഇതൊന്നും ഇട്ട് കൊടുക്കണ്ട, ഇങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടൊക്കെ നമ്മൾ ഇതിങ്ങനെ എൻ്റെ മോൻ അടുത്ത് വന്ന് നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു, നീ നോക്കല്ല നോക്കുമ്പോൾ ഉണ്ടാവുന്നത് ശരിയാവില്ല എന്നൊക്കെ പണ്ടെല്ലാം പറയുന്നത് കേൾക്കാം. നമ്മളെ അവരൊക്കെ എന്ത് പരിപാടിയൊക്കെ വരുമ്പോൾ നമ്മളെ നാട്ടിൻപുറത്തുള്ള താത്തമാർ വന്നിട്ട് ഇങ്ങനെ ഉണ്ടായിത്തരും. അവരോട് മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ട് വേണം നമ്മളെ പ്രോഗ്രാം നമ്മൾ സെറ്റ് ചെയ്യാൻ. അവരുടെ ഡേറ്റിനാണ് നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്യുക. അത്രക്കും ഡിമാൻഡുള്ളൊരു സംഭവമാണ്. ഇതുണ്ടാക്കുന്ന ആൾക്ക് കിട്ടുന്ന ഒരു പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുണ്ടാക്കുന്നിടത്തു നമ്മളെ നിൽപ്പിക്കില്ല, നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തും. അപ്പോൾ ഇതിൽ കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് എന്താ ഇതിങ്ങനെ മുട്ടമാല എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെയോ ആണ് മനസ്സിൽ ചിന്ത. നമ്മൾ കാണുമ്പോൾ ഇത് മുട്ടയുടെ മഞ്ഞ കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അതൊക്കെ പഴയ കാര്യങ്ങൾ. ഇപ്പം ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം, പഠിച്ച് ശരിയാകുന്നുണ്ട്. ചിലവരിത് എത്ര ട്രൈ ചെയ്താലും നന്നായിട്ട് കിട്ടൂല. അത് വേറൊന്നും കൊണ്ടൊന്നുമല്ല, നമ്മൾ ഈ വെള്ളത്തിൻ്റെ പഞ്ചസാരൻ്റെ അളവും പിന്നെ മുട്ടയുടെ മഞ്ഞ എടുക്കുന്നതിൽ വെള്ളം കണിയാണ്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാനിപ്പോൾ എടുത്ത പാത്രം കുറച്ച് വലുതാണ്, അതുകൊണ്ടാണ് ഈ തിള വരാനൊരു കുറച്ച് ബുദ്ധിമുട്ട്. എൻ്റേതാണെങ്കിൽ ഈ ഇലക്ട്രിക് അടുപ്പായതുകൊണ്ട് ആ ഒരു സൈഡിൽ മാത്രമാണ് ഇത് കിട്ടുന്നത്. അപ്പം ഞാൻ പാത്രം ചേഞ്ച് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. വെയിറ്റ് ചെയ്ത് നോക്കി നല്ല തിള വരും എന്നുള്ളത്. പക്ഷേങ്കിൽ അങ്ങനെ വന്നിട്ടില്ല. ഇങ്ങനത്തെ ഒരു തിള വരുമ്പോഴൊന്നും നമ്മൾ പിന്നെ എന്താ പറയുക, ഇത് ഒഴിക്കരുത്. തിള വരുന്നൊരു പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു തിളയൊക്കെ വരുന്നവർ നമ്മൾ പഞ്ചസാര ഇട്ട് വെള്ളം ഒഴിച്ച് അത് അലിഞ്ഞ പാടന്നെ ഈ മഞ്ഞ ഒഴിക്കാൻ പാടില്ല. അതിനൊരു കണക്കുണ്ട്. ഈ ഒരു ടൈമിലാണ് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി ഈ വെള്ളമായിട്ട് ഒന്ന് സെറ്റായി നമ്മളൊരു കുറച്ചൊരു പഞ്ചസാര സിറപ്പ് ഇതുണ്ടാവില്ല, ആ ഒരു ടെക്സ്ചറിലാണ് നമ്മളിത് ഒഴിക്കേണ്ടത്. അപ്പം ഞാൻ ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട്. പിന്നെ ഏത് പാത്രത്തിൽ ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അടികട്ടിയുള്ള നമ്മളെ ഈ നോൺ സ്റ്റിക്ക് പാത്രമോ അല്ലെങ്കിൽ ഉരുളിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാത്രമോ അങ്ങനെ ഒക്കെ ഉപയോഗിക്കാം നമുക്ക്. അപ്പോൾ ഇതിൻ്റെ തിള വരുന്ന കണ്ടില്ലേ നിങ്ങൾ, ഇങ്ങനെ ഒരു നല്ല ബബിൾസായിട്ട് തിളച്ച് വരുന്നില്ല. ഈ ഒരു ടൈമിൽ നമ്മൾ ഒഴിക്കരുത്. ഇങ്ങനെ ഒരു വെള്ളം നമ്മളെ നൊര പോലെ നമ്മുടെ എന്താ പറയുക സോപ്പ് പത കലക്കിയ പോലത്തെ ആ ഒരു ടൈം വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു മുട്ടമാലൻ്റെ മഞ്ഞ ഒഴിക്കേണ്ടത്. അപ്പം ഞാൻ കുറച്ചും കൂടി വെള്ളം ഇറ്റിച്ച് കൊടുക്കുന്നുണ്ട്. കച്ചറയൊക്കെ മറ്റേതിന്ന് ശരിയായിട്ട് കിട്ടിയിട്ടില്ലല്ലോ, പാത്രം വലുതായതുകൊണ്ട് തിള വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടിതാ വീഡിയോ കാണുന്ന പോലെ സൈഡൊന്ന് ഈ വെള്ളം കുക്കാവുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ കച്ചറയും അതിൻ്റെ കൂടെ പറ്റിപ്പിടിച്ചിട്ട് അതിന് നമ്മൾ കോരി മാറ്റിയെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടും. സൈഡിൽ തന്നെ ഞാനൊരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഫോർക്കും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം, നോർമലായിട്ടുള്ള വെള്ളം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വഴിയെ പറഞ്ഞു തരാം. അതെല്ലാം എടുത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഈ ഒരു മുട്ടമാല ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കഴിയും. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തുടങ്ങുമ്പോൾ ഈ ചെറിയ 5 മുട്ട 10 മുട്ട 15 എന്ന് പറഞ്ഞിട്ട് ഞാൻ 100 അങ്ങനെയൊക്കെ ആയിട്ടുള്ള പരിപാടികൾക്കൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട്, ഒറ്റക്കനെ ഉണ്ടാക്കാറുണ്ട്. പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസിയാണിത് ഉണ്ടാക്കാൻ. ഓക്കെ, നമ്മൾ ഒരുപാട് പാത്രങ്ങൾ കൊണ്ട് കളിക്കുമ്പോൾ നമുക്ക് ഇതുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകാനുള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇതൊക്കെ മുട്ട കൊണ്ട് കളിക്കുമ്പോൾ ഒരു ഷീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പേപ്പറോ എന്തെങ്കിലും വിരിച്ചിട്ടിട്ട് അതിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുട്ടയുടെ അവിടെ ഇവിടെ കിട്ടിയിട്ടുള്ള മണമൊക്കെ ഒഴിവാക്കാൻ പറ്റും.
അപ്പോൾ അത് ഞാനിതാ മഞ്ഞ ഒഴിക്കാൻ പോവാണ്. ഈ ഒരു പരുവം വരുന്നില്ലേ, ഈ വെള്ള നുര പോലത്തെ ഒരു പരുവം, അതാണ് ഇതിൻ്റെ ഒരു പാകം. തീയൊന്നും കുറച്ച് വെക്കണ്ട, നമ്മളെങ്ങനെയാണ് വെച്ചത് അങ്ങനെ ഇട്ടിട്ട് ഇതാ ഇങ്ങനെ വീഡിയോ കാണുന്ന പോലെ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. നമ്മൾ ചുറ്റും നേരം ഇതിങ്ങനെ ഈ പത കൊണ്ട് ഇതിങ്ങനെ ബാക്കോട്ടായിട്ട് മഞ്ഞ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് വരുമ്പോൾ ആ ഗ്യാപ്പിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പോൾ നമ്മളിങ്ങനെ സ്ക്വീസൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ കമിഴ്ത്തി പിടിക്കുമ്പോൾ ആ ഒരു പ്രഷറിൽ ഇത് പോകുന്നുണ്ട്. അപ്പോൾ ഓൾസ് ഇട്ടതിന് ശേഷം നമ്മളിത് മുട്ടയുടെ മഞ്ഞ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം വീഴുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ലിഡിട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് കമഴ്ത്തി, ഒന്നും കയ്യിൽ എവിടെയാണെന്നില്ല, ഒരു തുള്ളി പോലും പുറത്ത് പോകുന്നില്ല. അപ്പോൾ ബോട്ടിലാണ് സേഫ്. ഇതുണ്ടാക്കാനുള്ള പാത്രങ്ങളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേങ്കിൽ എന്തുകൊണ്ടും നമുക്ക് ചിലവ് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. സാധാരണ നമ്മളെ വീട്ടിലെ ബോട്ടിൽ ഒരു ഓൾസ് ഇട്ട് കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫോർക്കിൻ്റെ ഒരു ഇതില്ലേ, അതൊന്ന് ചൂടാക്കിയിട്ട് ഏതെങ്കിലും ഒരു അറ്റം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുത്തിൻ്റെ പാകം കറക്റ്റായി. ഓക്കെ, അപ്പം നമ്മൾ തീയൊന്നും കുറയ്ക്കണ്ട. ഇതൊന്ന് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 സെക്കൻഡൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു 5-10 സെക്കൻഡൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറേ നേരം ഇട്ട് വെക്കേണ്ടതിൽ ഒരു 5-10 സെക്കൻഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് വെച്ച വെള്ളം ഒത്തുനിന്ന് കൈ ഒന്ന് ഇട്ടിട്ട് വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യുക. അതെന്ന് വെച്ചാൽ ഈ ഒരു പദം ഒന്ന് ലോ ആവാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഫോർക്ക് എടുത്തിട്ട് ഈ ഒരു മാല ഒന്ന് ചുറ്റിച്ച് എടുത്തിട്ട് ഈ ഒരു അതിൻ്റെ ഷുഗർ സിറപ്പെല്ലാം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു പ്ലേറ്റ് ചെരിച്ച് വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ നമ്മൾ ആ അറ്റത്തിടുമ്പം ഈ മാലയിലുള്ള സീറ് എന്ന് പറയും നമ്മൾ, ആ സീറ് ഇതിങ്ങനെ ഒലിച്ചിങ്ങനെ താഴോട്ടേക്ക് വന്നോളും. അപ്പോൾ എക്സസ് ആയിട്ടുള്ള സീറ് ഇങ്ങനെ ഒലിച്ച് അതിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമുക്ക് ഈ ഒരുപാട് ഇതിൽ ഇങ്ങനെ കുതിർന്നു പോകാണ്ട് ഇങ്ങനെ കിട്ടും. ചെരിച്ച് വെക്കണം കേട്ടോ. അപ്പം ഞാനിത് വീണ്ടും ഇത് ഉണ്ടാക്കുന്നുണ്ട്. പത കണ്ടില്ലേ നിങ്ങൾ, പിന്നെ തീയൊന്നും കുറച്ചിട്ടൊന്നുമില്ല. ആ വെള്ളം ഒഴിക്കുമ്പോൾ പതമൊന്ന് കെട്ടടങ്ങുമല്ലോ. അപ്പം പിന്നെ തീയൊന്നും കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂസ്ലി ഇതിങ്ങനെ ഈ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഇതാക്കുമ്പോൾ ഷുഗർ സിറപ്പ് നല്ലോണം കുക്കായി വല്ലാണ്ട് ഇതാകുമ്പോൾ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്. കണ്ടില്ലേ, നല്ല നൂല് പോലെ വരുന്നില്ലേ. നമ്മളിതിന് നീക്കൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ് കാര്യങ്ങൾ, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇത് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാമല്ലോ, മുട്ടമാല എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. മുട്ടയുടെ മഞ്ഞ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മലബാർ ഏരിയയിലൊക്കെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണിത്. ഇത് പലഹാരം എന്നുള്ള രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ, ബിരിയാണി ഒക്കെ കഴിച്ച് കഴിഞ്ഞാലോ അങ്ങനെ എന്ത് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഡിങ് പോലെ തന്നെ കൊടുക്കുന്നൊരു സംഭവമാണിത്. ഓക്കെ, അപ്പോൾ വെള്ളം കുടയുമ്പോൾ നമ്മുടെ ആ ഒരു പദം ഒന്ന് കെട്ടടങ്ങും. എന്നിപ്പം നമ്മളത് കോരിയിട്ട് സൈഡിലേക്ക് നമ്മൾ മാറ്റിയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പം ഇതിങ്ങനെ വറ്റി ഒന്ന് കുറച്ച് ഇതായി വന്നതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞപാട് ആ പതയുടെ ഒരു കറക്റ്റ് ഇതില്ലാണ്ട് ഇത് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാകുന്നത് കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തരാം വീഡിയോയിൽ. ഇതിപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, കണ്ടോ. അപ്പോൾ പതമാണെങ്കിൽ സാധാരണ നമ്മളൊരു ഷുഗർ സിറപ്പ് പോലെ ആയിട്ട് വന്നിട്ടുണ്ട്, വെള്ളം പോലെ. അപ്പോൾ ആ വെള്ളത്തിലേക്ക് നമ്മൾ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കും. നമ്മളൊരു കുക്കാതെ പോലെ നിൽക്കും. നേരത്തെ ഞാൻ ആ വൈറ്റ് പത പോലുള്ളതിൽ ഇതാക്കുന്നതിൽ നിന്നും ഇതായിട്ടല്ല ഉള്ളത്, ഒരു കുക്കാതെ പോലെ ഉണ്ടാവും. പക്ഷേ എനിക്ക് പ്രശ്നമാക്കണ്ട, നല്ല ഹൈ ഫ്ലെയിം ആണെങ്കിൽ പത വരുമ്പോൾ അതങ്ങ് കുക്കായിക്കോളും. എന്നാലും നമ്മളൊരു വൈറ്റ് കളറിൽ ആ പത വരുന്ന സമയത്ത് നമ്മൾ ഒഴിക്കാൻ ശ്രമിക്കുക. എന്നാലാണ് ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടുള്ളൂ. അല്ലാണ്ട് അത് തമ്മി ഒട്ടിപ്പിടിച്ച് പോവും. ഈ മര്യാദയ്ക്ക് പത ഇല്ലാണ്ട് നമ്മൾ ഒഴിക്കുമ്പോൾ എന്താവും, ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് നമ്മുടെ ഒരു ഇതാവും. മറ്റേതാകുമ്പോൾ പത വരുമ്പോൾ അതിങ്ങനെ ഒഴിക്കുമ്പോഴും ബാക്കോട്ടേക്ക് ഒന്ന് കുക്കായി ബാക്കോട്ടേക്ക് പോവും. ഇത് പത വരാണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയാണ് ഉണ്ടാകുക. അപ്പോൾ ഞാൻ മുട്ടയുടെ മഞ്ഞ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ ഓരോ തവണ ഇത് കോരി മാറ്റുമ്പോൾ പ്ലേറ്റ് ചെരിച്ച് വെച്ചിട്ട് അതിൻ്റെ സീറ് ഇറ്റ് വീഴാൻ വേണ്ടിയിട്ട് ഉള്ളൊരു എളുപ്പത്തിലാക്കി വെക്കുക.
എന്നിട്ട് അതിനൊന്ന് നമ്മളൊന്ന് ചിക്കി കൊടുക്കണം. ഈ ഫോർക്ക് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ വിട്ട് ഇങ്ങനെ ചിക്കി കൊടുക്കണം. എന്നാലത് ഇങ്ങനെ ഒരു നല്ല ഒരു എന്താ പറയുക, വിടർത്തിയിട്ട പോലെ നല്ലൊരു ഇതായിട്ട് കിട്ടുള്ളൂ, ഇങ്ങനെ വിട്ട് കിട്ടുള്ളൂ. നമ്മൾ കോരി വെച്ച പാടല്ല, കുറച്ച് അതിൻ്റെ സീറൊക്കെ ഇട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് നല്ലോണം ഒന്ന് ചിക്കി കൊടുത്തിട്ട് ഇതാക്കിയെടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതിപ്പം ഒരു 15 മുട്ടയ്ക്ക് നമുക്കൊരു അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു 10-20 ആൾ വരുന്ന പരിപാടിക്കൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നൊരു കണക്കാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടൊന്നും നമ്മൾ കഴിക്കില്ലല്ലോ. ഇതിൻ്റെ കൂടെ നമ്മൾ സെർവ് ചെയ്യുന്നത് ഇതിൻ്റെ വെള്ള വെച്ചിട്ട് അതിൻ്റെ മേലയിലാണ് ഈ മഞ്ഞ മുട്ടമാല വെക്കുന്നത്. വെള്ളം ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇപ്പം കാണിക്കുന്നില്ല. അത് ഞാൻ പിറ്റേ ദിവസമായിരുന്നു ഉണ്ടാക്കുന്നത്. അന്നപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഈ നമ്മൾ എടുത്തു വെച്ച വെള്ളയിലേക്ക് നമ്മൾ ഈ മുട്ടമാലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വരുന്ന ഈ പഞ്ചസാര ലൈനി ഉണ്ടല്ലോ, സീറ്, അത് കുറച്ചുകൂടി ഇങ്ങനെ കുറഞ്ഞ് ഒരു തിക്കായിട്ട് വരും. അപ്പോൾ അതും ഒഴിക്കുക. അതിൻ്റെ കൂടെ നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. കുറച്ച് മധുരം കുറവ് നിൽക്കുന്നതാണ് നല്ലത്. കാരണം നല്ല മധുരമുള്ള മുട്ടമാല കൂട്ടി കഴിക്കുമ്പോൾ കുറച്ച് മധുരം കുറവുള്ള ഈ വെള്ള കൂട്ടി കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക. രണ്ടും നല്ല ഓവർ സ്വീറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് മടുപ്പ് വരും. അപ്പോൾ വെള്ളയിലേക്ക് നമ്മൾ ഈ സീറോ ഒഴിക്കുക. ഇത് പോരാത്ത പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു നുള്ളുപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഉള്ള ആൾക്കാർ ചെയ്യുന്നൊരു ഇതാണ് വാനില എസൻസ് ഇട്ടിച്ചു കൊടുക്കുക. അപ്പോൾ മുട്ടയുടെ സ്മെല്ല് കുറച്ചൊന്ന് ബാക്കോട്ടേക്ക് നിൽക്കും. പണ്ടുള്ള ആൾക്കാർ ഒതൻറ്റിക്കായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ട വെള്ളേൻ്റെ കൂടെ ഒരു ഏലക്കായ ഇടുക, കുറച്ച് മൈദ തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് മൈദ ഇടും, പഞ്ചസാര ഒഴിക്കും. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിലേക്ക് അങ്ങനെയാണ് അവർ ചേർക്കുക. അപ്പം പിന്നെ ഇപ്പോഴത്തെ ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വെള്ളയിലേക്ക് നമ്മൾ പിസ്തേൻ്റെ എസൻസ്, സ്ട്രോബെറീൻ്റെ എസൻസ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറും കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേസ്റ്റ് മാറ്റം വരും. പക്ഷേ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഈ മുട്ടയുടെ വെള്ളയിലേക്ക് കുറച്ച് മൈദപ്പൊടി എടുക്കുക, നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടമാലേൻ്റെ ബാക്കി വരുന്ന സീറും കുറച്ച് പഞ്ചസാരയും ഉപ്പും ഇട്ടിട്ട് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് നമ്മുടെ ആവി ചെമ്പിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളൊരു ഒതൻറ്റിക് ആയിട്ടുള്ള മുട്ടമാലയും ഈ വെള്ളയും കിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടമാലയും പിഞ്ഞാണത്തെ അപ്പം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴെങ്കിലും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഒരു വീഡിയോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് എൻ്റെ മുട്ടമാല ഏകദേശം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ സൈഡിൽ ഇങ്ങനെ സീറിട്ടിക്കഴിഞ്ഞാൽ മാല സെപ്പറേറ്റ് ചെയ്ത് ചിക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. എന്തായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് കിട്ടും. ഞാൻ പറഞ്ഞ അളവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒന്ന് നോക്കി ഒരു വട്ടം ഉണ്ടാക്കി നോക്കും. ആദ്യം കുറച്ച് മുട്ട എടുത്തിട്ട് ഈ 15 എണ്ണം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ ഒരു 5 മുട്ടക്കോ 10 മുട്ടക്കോ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പഞ്ചസാരയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം അങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ എടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മധുരത്തിൻ്റെ ഏറ്റക്കുറച്ചിലെന്ന് വെച്ചാൽ ഒരുപാട് മധുരമായി കഴിഞ്ഞാലാണ് ഇതൊന്ന് ഒരു നമ്മുടെ എന്താ പറയുക ഒരു കോട്ടിങ് പോലെ ഇതിൻ്റെ മേലെ വരും. ഒരു കറക്റ്റ് ഒരു ഇതിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്ക്. മുട്ടമാല ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, വിട്ട് നല്ല നേർത്ത രീതിയിൽ മുട്ടമാല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. എല്ലാം നല്ല കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ കാണാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.